എ ട്രീ എന്നുള്ളത് അവിടെ എന്താണ് നമ്മളത് ഫില്ല് ചെയ്യണം അല്ലേ? പൈൻ എന്നാണ് അവിടെ എഴുതേണ്ടത് അല്ലെ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഇന്നലെ കുറെ പേര് ചെയ്തു അല്ലെ? PINE പൈൻ. അതെന്താണ്? ഒരു മരത്തിന്റെ പേര്. PL സ്റ്റാർട്ട് ചെയ്യുകയും ഇയിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മരത്തിന്റെ പേര് എന്താണ് എന്നാണ്. അപ്പൊ PINE പൈൻ. Then next, a tree that spread out. എന്താണ്? ഒരു മരം അല്ലേ? ചുറ്റും സ്പ്രെഡ് ഔട്ട് ആകുന്ന ഒരു മരം. വളരുമ്പോ തന്നെ എന്താണ്? നന്നായിട്ട് പടർന്ന് പന്തലിച്ച് വളരുന്ന ഒരു മരത്തിന്റെ പേര് അല്ലെ? ബനിയൻ ട്രീ. അത് നമ്മള് പറഞ്ഞു അല്ലെ? ബനിയൻ. ബനിയൻ. Then BANYAN. ബനിയൻ. BANYAN. ബനിയൻ. എഴുതാതെ മിസ്സായി പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണേ. Then a tree that grows straight. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് വളരുന്ന ഒരു മരം ഏതാണ്? കോക്കോനട്ട് അല്ലേ? COCONUT. COCONUT. കോക്കോനട്ട്. എല്ലാവരും എഴുതിയത് കൊണ്ടാണ് മിസ് പെട്ടെന്ന് പറയുന്നത്. കോക്കോനട്ട്. COCONUT. Then a tree that has small leaves. ചെറിയ ഇലകളുള്ള എന്താണ്? ഒരു മരം അല്ലേ? ഏതാണ് എന്നാണ്? നീം ആണ് ട്ടോ അതിന്റെ ആൻസർ. നീം. NEEM. നീം. എന്താണ് മോളെ അദീന? What happened? Miss, Yes. ഇന്നലെ പഠിച്ചതിന്റെ ആ വരയിടുന്ന എന്താ? അതിന്റെ താഴത്തെ മറ്റൊരു കോളത്തിൽ എഴുതണ്ട എന്താ? അവിടെ ഒരു കോളം തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കളർ ദ ട്രീ ബോക്സസ് ഗ്രീൻ, കളർ ദ സ്മോൾ പ്ലാന്റ് ബോക്സസ് റെഡ്. അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ട്രീ ബോക്സുകൾക്ക് ഗ്രീൻ കളർ കൊടുക്കണം. അതായത് മരങ്ങളുടെ പേര് എഴുതിയിട്ടുള്ള ബോക്സുകൾ ഉണ്ടല്ലോ, വലിയ മരങ്ങളുടെ പേര് എഴുതിയിട്ടുള്ള ബോക്സുകൾക്ക് നമ്മൾ പച്ച നിറത്തില് കളർ ചെയ്യണം. ദെൻ സ്മോൾ പ്ലാന്റിന്റെ പേര് എഴുതിയിട്ടുള്ള ബോക്സുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? റെഡ് കളറും കൊടുക്കണം അല്ലെ? സ്മോൾ പ്ലാന്റുകൾക്ക് റെഡ് കളർ കൊടുക്കുക. ട്രീകളുടെ പേരുകൾ ഉള്ളതിന് എന്ത് ചെയ്യാ? ഗ്രീൻ കളറും കൊടുക്കുക. അതെന്താണ്? ഇന്നലെ മിസ് ഹോംവർക്ക് പറഞ്ഞതാണ് അല്ലെ? അപ്പൊ മരങ്ങളുടെ പേരുകളുള്ള കോളമില് എന്ത് ചെയ്യണം? പച്ച നിറം കൊടുക്കുക. ചെറിയ ചെടികളുള്ള കോളത്തിന് എന്ത്? റെഡ് കളറും കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അത്. ഇനി അതില് ബാലൻസ് ഉള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അത് മിസ് എന്ത് ചെയ്യാം? ഇന്ന് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം, വൈകുന്നേരം രാത്രിയിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നോട്ട്ബുക്കിലേക്ക് എല്ലാവരും നിർബന്ധമായും എഴുതി വെക്കണം. മിസ് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ് ക്ലാസ് മീൻസ് നാളെയല്ല, ദെൻ അവർ നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോഴേക്കും നന്നായിട്ട് പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഇന്ന് തന്നെ മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. ഇന്ന് തന്നാല് എന്താണ് നാളെ രാവിലേക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ 2 ദിവസം എടുത്ത് നന്നായിട്ട് പഠിക്കുക. ദെൻ മൺഡേ മിസ് വരുമ്പോ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ പറയാൻ വേണ്ടി എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, our second chapter we will start. Okay, listen, our second chapter, our animal friends, page number 123. 1, 2, 3. Okay, listen. Our animal friends, നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? Our green friends and now our animal friends. Let us
about the animals, the different animals like domestic, wild, pet, water animals. അങ്ങനെ കുറേ ആനിമൽസിനെ കുറിച്ചാണ് ഇതിൽ പറയാൻ വേണ്ടി പോകുന്നത്. ആനിമൽസ് എന്താണ്? ആനിമൽ എന്ന് വെച്ചാൽ എന്താണ്? മൃഗങ്ങൾ അല്ലേ? ഒരുപാട് മൃഗങ്ങൾ ഉണ്ട് അല്ലേ നമ്മുടെ ചുറ്റും. നമ്മുടെ വേൾഡിൽ ഒരുപാട് മരങ്ങളും പ്ലാന്റും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഒരുപാട് മൃഗങ്ങളും ഉണ്ട് അല്ലേ? അപ്പൊ ആ ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇഷ്ടമാണോ ആനിമൽസിനെ? ഇഷ്ടാണ് അല്ലേ? ഒരുപാട് ആനിമൽസ് ഉണ്ട്. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് അത് എന്ന് നമുക്ക് നോക്കാം അല്ലേ? Then ഫസ്റ്റ് എന്താണ്, അവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. നെയിം എനി 4 animals you see in the picture. എന്താണ്, അവിടെ ഒരു പിക്ചർ ഉണ്ട്. അതിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ആനിമൽസ് അല്ലേ, ഏതെങ്കിലും 4 ആനിമൽസിന്റെ പേര് നമ്മൾ ഇവിടെ എഴുതണം. ആ പിക്ചറിൽ നമ്മൾ കുറേ ആനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണുള്ളത്? അതിലുള്ള ഒരു ആനിമലിന്റെ പേര് പറഞ്ഞ മോളെ നീയ. ആ പിക്ചറിൽ ഏതൊക്കെ ആനിമൽസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ആദ്യം അവിടെ ആ ബോക്സിൽ തന്നിട്ടുള്ളതാണ്. ആ ബോക്സിൽ കുറെ ആനിമൽസിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, ചെറിയൊരു പിക്ചർ. ഏതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ, എലഫന്റ്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യത്തെ ബോക്സിൽ എലഫന്റ് എന്ന് എഴുതുക. സോറി, ആദ്യത്തെ ലൈനിൽ എന്ത് എഴുതുക? എലഫന്റ്. ELEPHANT. elephant. എന്തൊക്കെയാണ്? എലഫന്റ് എന്ന് എന്ത് ചെയ്യാം? ELEPHANT. then PHANT. ELEPHANT. elephant. എഴുതിയോ? then ബോക്സിൽ എന്തുണ്ട്? വേറെയും കുറെ ആനിമൽസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? വേറെ ഏതാണുള്ളത്? ഐഫൂന, വേറെ ഏത് ആനിമലിനെയാണ് നമുക്ക് ആ ബോക്സിൽ കാണാൻ വേണ്ടി പറ്റുന്നത്? വവ്വാലുണ്ട് അല്ലേ? എവിടെയാണുള്ളത്? അത് വവ്വാലാണോ? അതെന്താണ്, അത് വവ്വാലാണോ? അത് വവ്വാലല്ല അല്ലേ, അത് സ്ക്വിറൽ ആണ്. സ്ക്വിറൽ, SQU. വവ്വാലാണോ അത്? ആണോ? നോ, that is squirrel. SQUIRREL. എന്താണിത്? സ്ക്വിറൽ എന്ന് വെച്ചാൽ എന്താണ് അറിയാമോ? SQUIRREL. അണ്ണാൻ. അണ്ണാനെ കണ്ടിട്ടുണ്ടോ? മരത്തിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ചാടി കളിച്ച് ഓടി നടക്കുന്ന അണ്ണാൻ അല്ലേ? then പിന്നെ എന്തുണ്ട്? മങ്കി ഉണ്ടല്ലേ? മങ്കി ഉണ്ടല്ലേ അവിടെ? മങ്കി. elephant, squirrel, monkey, then
പിന്നെ അവിടെ എന്തുണ്ട്? ഫിഷ് ഉണ്ട് അല്ലേ? ഫിഷ്. ഒരുപാട് ആനിമൽസ് ഉണ്ട് അല്ലേ? ഫിഷ് ഉണ്ട്, പിന്നെന്താണ്, ബേർഡ്സ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ഡിയർ ഉണ്ട്, അങ്ങനെ കുറെ ആനിമൽസ് ഉണ്ട് അതിലല്ലേ. അപ്പൊ നമുക്ക് ഏത് എഴുതാം? പിന്നെ ക്രോക്കഡൈൽ ഉണ്ട് അല്ലേ? നമുക്ക് ക്രോക്കഡൈൽ എഴുതാം അല്ലേ? ക്രോക്കഡൈൽ CROCODILE. അപ്പൊ 4 ആനിമൽസിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ 4 എണ്ണം നമ്മൾ എഴുതി. എലഫന്റ്, സ്ക്വിറൽ, മങ്കി, ക്രോക്കഡൈൽ. ആന, അണ്ണാൻ, കുരങ്ങൻ, മുതല. ഓക്കെ, ക്രോക്കഡൈൽ എന്താണ്? മുതല അല്ലേ? അതിലൊരു മുതലയും ഉണ്ട് അല്ലേ? ആ വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട് അല്ലേ? യെസ്. Elephant, squirrel, monkey, crocodile. These are the animals we can see in that picture. നമുക്ക് ആ പിക്ചറിൽ അങ്ങനത്തെ കുറെ ആനിമൽസിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. വേറെയും ഉണ്ട് അല്ലേ? സ്നേക്ക് ഉണ്ട്, പിന്നെ അവിടെ എന്തുണ്ട്? ഒരു ക്രെയിൻ ഉണ്ട് അല്ലേ? ഒരു കൊക്ക് ഉണ്ട്, പിന്നെന്താണ്, ബേർഡ്സ് ഉണ്ട് കുറെ, പിന്നെ ടർട്ടിൽ ഉണ്ട് അല്ലേ? ഒരു ടോർട്ടോയിസ്, ഫ്രോഗ്, ഫിഷ്, അങ്ങനെ കുറെ ആനിമൽസിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബട്ട് നമ്മള് 4 എണ്ണത്തിന്റെ പേരാണ് എഴുതേണ്ടത്. 4 എണ്ണം നമ്മൾ എഴുതി അല്ലേ? എലഫന്റ്, സ്ക്വിറൽ, മങ്കി ആൻഡ് ക്രോക്കഡൈൽ. ഓക്കെ, എഴുതിയില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഇതാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ള ആക്ടിവിറ്റി. എന്താണ്? ഒന്നുമില്ല, 4 ആനിമൽസിന്റെ പേര് നമ്മൾ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. Then let me start the portion. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. There are different kinds of animals. Some animals are big. എന്താണ്? There are different kinds of animals in the world. There are different kinds of animals in our world. നമ്മുടെ വേൾഡിൽ എന്തുണ്ട്? ഒരുപാട് ടൈപ്പ് ആനിമൽസ് ഉണ്ട് അല്ലേ? പലതരം മൃഗങ്ങൾ ഉണ്ട് അല്ലേ നമ്മുടെ ചുറ്റും? നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിയാൽ എന്തുണ്ടാവാം? കുറെ ആനിമൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? എന്താണ് മോളെ ഷബറ? What happened? എന്താണ് മോളെ? എന്താണ്? ഇവിടെ പശുവും മീനുണ്ട്. പശുവും മീനും ഉണ്ട് അല്ലെ? ആ ഷബറയുടെ വീട്ടിൽ എന്തുണ്ട്? കവും ഫിഷും ഒക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ there are different kinds of animals. ഒരുപാട് തരത്തിലുള്ള എന്തുണ്ട്? മൃഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. There are different kinds of animals. വ്യത്യസ്തരായിട്ടുള്ള കുറെ മൃഗങ്ങൾ ഉണ്ട് അല്ലെ? അപ്പൊ some animals are big. ബിഗ് എന്ന് വെച്ചാൽ എന്താണ്? വലുതാണ് അല്ലെ? ചില ആനിമൽസ് എന്താണ്? വളരെ വലുതാണ്. ചില ആനിമൽസ് വളരെ വലുതാണ് എന്നാണ് പറയുന്നത്. സം ആനിമൽസ് ആർ വെരി ബിഗ്. വളരെ വലിയ ആനിമൽസ് ഉണ്ട് കുറെ. ഏതൊക്കെയാണ് അവര്? വലിയ ആനിമൽസ് ഏതൊക്കെയാണ് അറിയാമോ അൻവിത? അൻവിത, some animals are very big. Oh, elephant. Okay, elephant is a big. Okay, okay, elephant is a big animal. Elephant എന്താണ്? വലിയൊരു മൃഗമാണ് അല്ലേ? They are very big. Elephant is a big animal. Elephant എന്താണ്? വളരെ വലുതാണ് അല്ലേ? ELEPHANT. Elephant is a big animal. നമ്മുടെ എന്താണ്? ലാൻഡിലുള്ള ആനിമൽസിലൊക്കെ ഏറ്റവും വലിയത് എന്താണ്? എലഫന്റ് ആണ് അല്ലേ? അപ്പൊ elephant is a big animal. That says that there are different kinds of animals and some animals are very big animals. And elephant, then bear. 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 Bear എന്ന് വെച്ചാൽ എന്താണ്? Bear. ബിയർ കണ്ടിട്ടുണ്ടോ? ബിയർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് റിച്ചാർഡ്? അറിയാമോ മോനെ ബിയർ എന്ന് വെച്ചാൽ എന്താണ്?
കരടിയാണ് അല്ലേ? കരടിയാണ്. ബിയർ. ബിഗ് ആനിമൽ. അതും എന്താണ്? വളരെ വലിയ ഒരു മൃഗമാണ് അല്ലേ? അപ്പൊ ബിഗ് ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. There are different kinds of animals and some animals are very big like elephant, bear. ആനയും കരടിയും ഒക്കെ എന്താണ്? വലിയ മൃഗങ്ങളാണ് അല്ലേ? അദീന, sit properly. അദീന, what are you doing there? Sit there. അപ്പോ എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ആനിമൽസ് ഉണ്ട്. ചില മൃഗങ്ങൾ വളരെ വലുതാണ് അല്ലേ? Some animals are very big like elephant, bear. ആനയും കരടിയും ഒക്കെ എന്താണ്? വലിയ ജീവികളാണ്. Then giraffe. 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 ജിറാഫ് എന്താണ്? വളരെ വലുതാണ് അല്ലേ? ജിറാഫിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഹാസ് എ ലോങ് നെക്ക്. അതിനെന്തുണ്ട്? നല്ല നീളമുള്ള ഒരു കഴുത്തുണ്ട് അല്ലേ? അതിന് നല്ല നീളമുള്ള ഒരു കഴുത്തുണ്ട്. അപ്പൊ അതിന് ആ നീളമുള്ള കഴുത്തുകൾ എന്തിനാണ്? വലിയ വലിയ മരത്തിന്റെ ഒക്കെ മുകളിലുള്ള ഇലകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുമല്ലേ ജിറാഫിന്? അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെ നിന്നിട്ട് തന്നെ നല്ല ഹൈറ്റ് ആണ് അല്ലേ? അതിന്റെ നെക്ക് എന്താണ്? നല്ല ലെങ്തി ആണ് അല്ലേ? അപ്പൊ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെ തന്നെ നിന്നിട്ട് വലിയ മരത്തിന്റെ മുകളിലുള്ള ഇലകളൊക്കെ പറിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല നീളമുള്ളത് കൊണ്ട് ദൂരത്തു നിന്നൊക്കെ ആരെങ്കിലും ഇതിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പെട്ടെന്ന് അവരെ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ദൂരത്തു നിന്ന് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ശത്രുക്കളൊക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ജിറാഫിന് നല്ല ലെങ്തി ആയിട്ടുള്ള കഴുത്തുള്ളത് കൊണ്ട് ദൂരത്തുനിന്നേ കാണാൻ പറ്റും അല്ലേ? ആരെങ്കിലും അതിനെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. And another speciality of giraffe is, അതിനെന്താണ്? അത് എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറ്. ജിറാഫ് വല്ലപ്പോഴും വളരെ റയർ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? എവിടെയെങ്കിലും ഇരിക്കാറുള്ളൂ. ഇവൻ ഇട്ട് സ്ലീപ്. അതെന്താണ്? സ്റ്റാൻഡിങ് പൊസിഷനിലാണ് അത് ഉറങ്ങുക കൂടി ചെയ്യാറ്. ജിറാഫ് നമ്മളെ പോലെ കിടന്നുറങ്ങാറോ ഇരുന്നുറങ്ങാറോ ഒന്നുമില്ല. അതെങ്ങനെയാണ്? എപ്പോഴും അങ്ങനെ നിന്നിട്ട് തന്നെയാണ് ഉറങ്ങുക കൂടി ചെയ്യാറ്. ഓക്കെ. അപ്പൊ ജിറാഫിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതിന് നല്ല നീളമുള്ള കഴുത്തുണ്ട്. ആൻഡ് എന്താണ്? അത് എപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. വളരെ റെയർ ആയിട്ട് മാത്രമേ ജിറാഫുകൾ എന്ത് ചെയ്യാറുള്ളൂ? ഇരിക്കാറുള്ളൂ എവിടെയെങ്കിലും. അത് എപ്പോഴും അങ്ങനെ നിന്നിട്ടാണ് ഉറങ്ങുമ്പോ പോലും അതങ്ങനെ എവിടെയെങ്കിലും നിന്നിട്ടാണ് ഉറങ്ങാറ്. നമ്മളൊക്കെ അങ്ങനെ നിന്നിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. നമ്മളെപ്പോഴും ചിലപ്പോ നമ്മൾ ഇരുന്ന് ഉറങ്ങിപ്പോവാറുണ്ട്, ഇല്ലെങ്കിൽ കിടന്നുറങ്ങാറുണ്ട് അല്ലേ? നമ്മൾ നിന്നുറങ്ങാറുണ്ടോ എവിടെയെങ്കിലോ? ഇല്ല അല്ലെ? അപ്പൊ ജിറാഫുകൾ എന്താ ചെയ്യാറ്? അവരെപ്പോഴും അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നിന്നിട്ടാണ് ഉറങ്ങാറ്. Then ലയൺ. പിന്നെ ആരുണ്ട്? ലയൺ അല്ലേ? ലയൺ. ലയൺ എന്ന് വെച്ചാൽ എന്താണ്? സിംഹം അല്ലേ? സിംഹം. ലയൺ ഇസ് എ വൈൽഡ് ആനിമൽ. ലയൺ എന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ്. സിംഹമാണ് അല്ലേ? അപ്പൊ അതെന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ്. ദാറ്റ് ഈസ് വെരി ബിഗ് ആനിമൽ. അത് വളരെ വലുതുമാണ് അല്ലേ? എലഫന്റ്, bear, giraffe, lion are the examples of big animals. There are different kinds of animals and some animals are very big like elephant, bear, giraffe and lion. These are the big animals. Okay. We are discussing about the big animals. There are different kinds of animals and some animals are very big like elephant, bear, giraffe, lion. Okay. എന്താണ്? നമ്മുടെ ചുറ്റും ഒരുപാട് മൃഗങ്ങൾ ഉണ്ട് അല്ലെ? പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. അതിലെന്താണ്? ചില മൃഗങ്ങൾ എന്താണ്? വളരെ വലുതാണ്. അപ്പൊ we are discussing about the big animals. നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ്? വലിയ മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എലഫന്റ് അല്ലെ? നമ്മുടെ ആന. Then bear, കരടി, ജിറാഫ്, ലയൺ. ഇതൊക്കെ എന്താണ്? ബിഗ് ആനിമൽസ് ആണ്. Then some animals are small.
ചില മൃഗങ്ങൾ എന്താണ് ചെറിയതാണ് അല്ലെ നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ചില മൃഗങ്ങൾ വളരെ വലുതാണ് ചില മൃഗങ്ങൾ വളരെ ചെറുതാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ക്യാറ്റിനും ഡോഗിനും ഒക്കെ എന്താണ് എലിഫന്റിന്റെ അത്രയും വണ്ണവും നീളവും ഒക്കെ ഉണ്ടോ അത്ര വലുതാണോ നമ്മുടെ ക്യാറ്റും ഡോഗും ഒക്കെ നോ ദേ ആർ സ്മോൾ ആനിമൽസ് ആൻഡ് അതിനേക്കാളും ചെറിയ ആനിമൽസും ഉണ്ട് അല്ലെ നമ്മുടെ വീട്ടിലുള്ള പൂച്ചയും ഇതൊക്കെ എന്താണ് വളരെ ചെറുതാണ് അല്ലെ എലിഫന്റിനെയും കരടിനെയും ജിറാഫിനെയും ഒക്കെ പോലെ വലിയതാണോ അത് നോ ദേ ആർ സ്മോൾ ആനിമൽസ് ആൻഡ് സം ആനിമൽസ് ആർ വെരി ബിഗ് ആനിമൽസ് ലൈക്ക് എലഫന്റ് ഡിയർ ജിറാഫ് ലയൺ ഇതൊക്കെ എന്താണ് വലിയ മൃഗങ്ങളാണ് അല്ലെ ഇവര് വളരെ വലുതാണ് ചെറിയ കുറച്ച് മൃഗങ്ങളും ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്മോൾ ആനിമൽസ് some animals are very small like mongoose cat sparrow squirrel mongoose cat sparrow squirrel എന്തൊക്കെയാണ് mongoose mongoose എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ mongoose കണ്ടിട്ടുണ്ടോ അതിനെ നോക്കിയേ കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ട പോലെ തോന്നുന്നുണ്ടോന്ന് അറിയാമോ ആർക്കെങ്കിലും എന്താണ് മോളെ ഐഫൂന ഇതെന്താണ് ഓക്കേ പിന്നെ എന്താണ് അദീന പറഞ്ഞത് എന്താണ് മോളെ എന്താണ് എന്താണത് കീരിയാണല്ലേ കീരിയാണത് കേട്ടോ ഐഫൂന അതെന്താണ് കീരിയാണ് മംഗൂസ് മംഗൂസ് എന്ന് പറയുന്നത് എന്താണ് കീരിയാണ് കീരി അല്ലെ കീരിയും പാമ്പും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ എന്താണ് വെരി സ്മോൾ ദേ ആർ ജസ്റ്റ് ലൈക്ക് ക്യാറ്റ് പൂച്ചകളെയൊക്കെ പോലെ ചെറുതാണ് കീരികള് ക്യാറ്റ് ക്യാറ്റ് is a small animal ക്യാറ്റ് എന്താണ് ചെറുതാണ് അല്ലെ ക്യാറ്റും മംഗൂസ് then sparrow sparrow എന്ന് വെച്ചാൽ എന്താണ് sparrow do you heard about sparrow എന്താണ് റയാൻ sparrow എന്താണ് റയാൻ എന്താണ് അൺമ്യൂട്ട് ചെയ്തേ മോനെ കുരുവി യെസ് കുരുവി അല്ലേ സ്പാരോ കുരുവി മംഗൂസ് കീരി ക്യാറ്റ് പൂച്ച സ്പാരോ കുരുവി ആൻഡ് ദെൻ സ്ക്വിറൽ സ്ക്വിറൽ എന്താണ് സ്ക്വിറൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മുകളിൽ എഴുതിയല്ലോ സ്ക്വിറൽ എന്താണ് ചെയ്യാ അണ്ണാൻ ഓക്കെ അണ്ണാൻ അല്ലേ അപ്പൊ മംഗൂസ് ക്യാറ്റ് sparrow squirrel are the small animals and big animals are elephant bear giraffe lion okay apo there are different kinds of animals some animals are very big animals and some animals are very small animals so the big animals are elephant bear giraffe lion and the small animals are mongoose, cat, sparrow, squirrel. Okay, clear. What are the big animals? Adit, Anub, Adit. What are the big animals? ഏതൊക്കെയാണ് big animals? Bear, giraffe, lion. Okay, the big animals are elephant, bear, giraffe, lion. These are the big animals. And Devang, what are the small animals? Small animals ഏതൊക്കെയാണ്? Okay, mongoose. Cat. Okay. Sparrow. Squirrel. Okay. Mongoose, cat, sparrow, squirrel. These are the small animals. And ഇത് മാത്രമല്ല ട്ടോ ചെറിയ animals. വേറെയും കുറെ small animals ഉണ്ട്. But these are the examples of small animals. ഇതെന്താണ് ചെറിയ മൃഗങ്ങൾക്ക് ഒരു examples ആണ് അല്ലേ ഇത് മാത്രമാണോ ചെറുത് അല്ല വേറെയും കുറെ ചെറിയ animals ഉണ്ട് and
These are the examples of small animals. And what are the big animals? Dikshit, what are the big animals? Elephant, deer, giraffe, lion. Okay, elephant, deer, giraffe, lion are the big animals. Okay, ഇവരൊക്കെയാണ് വലിയ മൃഗങ്ങൾ അല്ലേ? And what are the small animals? Ayush Vivi, what are the small animals? ഏതൊക്കെയാണ് മോനെ ചെറിയ മൃഗങ്ങള്? അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്തേ. Okay. Mongoose, cat, mongoose, cat, parrot, squirrel. Okay. Mongoose, cat, sparrow, squirrel are the examples of small animals. Okay. Then we are discussing about the different kinds of animals. There are big animals and small animals. Some animals are very big and some animals are very small. The examples of big animals are elephant, deer, giraffe, lion, and the examples of small animals are mongoose, cat, sparrow, squirrel. Okay. അപ്പോൾ ഏതൊക്കെയാണ് വലിയ മൃഗങ്ങള്, ഏതൊക്കെയാണ് ചെറിയ മൃഗങ്ങള് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ബിഗ് ആനിമൽസ്, വിച്ച് ആർ ദ ബിഗ് ആനിമൽസ് ആൻഡ് വിച്ച് ആർ ദ സ്മോൾ ആനിമൽസ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. ദെൻ നമ്മുടെ ഇന്നത്തെ ടൈം ഇതാ കഴിയാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇന്നോ നാളെയോ ആയിട്ട് മിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും. അതായത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത നമ്മുടെ ഗ്രീൻ ഫ്രണ്ട്സ് എന്നുള്ള പോർഷനിൽ ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അത് മിസ് വാട്സപ്പിൽ തരും. എല്ലാവരും എന്ത് ചെയ്യണം, നോക്കിയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക, പഠിക്കുക. ദെൻ നെക്സ്റ്റ് മൺഡേ മിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, മിസ് തന്ന പോലെ തന്നെ പഠിക്കണം. നല്ല സെന്റൻസിൽ നല്ല നീറ്റായിട്ട് പറയാൻ വേണ്ടി മക്കൾ പഠിക്കണം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്താണ്, ജസ്റ്റ് അതിന്റെ പേര് മാത്രം മെൻഷൻ ചെയ്ത് പറയാൻ പഠിക്കരുത്. സെന്റൻസിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. അങ്ങനെയാണെങ്കിലേ ഫുൾ മാർക്ക് നിങ്ങൾക്ക് എല്ലാ എക്സാമിനും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? 2 മാർക്കിന്റെ ഒരു എക്സാമിന് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എന്താണ് ജസ്റ്റ് പേര് മാത്രം മെൻഷൻ ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടൂല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, നന്നായിട്ട് അത് അതിന്റെ സെന്റൻസ് പോലെ തന്നെ പഠിക്കുക. സെന്റൻസ് വൈസ് പറയാൻ വേണ്ടി നല്ല നീറ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, എന്താണെന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് അതുപോലെ നല്ല സെന്റൻസിൽ പറഞ്ഞാലല്ലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേൾക്കാൻ വേണ്ടി. അപ്പൊ നല്ല നീറ്റായിട്ട് പറയാൻ വേണ്ടി എന്ത് ചെയ്യണം, അത് നീറ്റായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ മിസ് തരുന്ന പോലെ തന്നെ നന്നായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് മൺഡേ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, നാളെ എന്ന് പറയുമ്പോൾ മിസ് ഇന്ന് തന്നാല് നാളേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് നാളെ ചോദിക്കാത്തത്. മൺഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി കുറെ ദിവസം ഉണ്ട് അല്ലേ? 2-3 ദിവസം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, മൺഡേ വരുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അപ്പോഴേക്കും പഠിച്ചിട്ട് വരണം. ഓക്കെ, നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ. നമ്മുടെ ടൈം കഴിഞ്ഞു. ഓക്കെ, ബൈ.